ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ലൂക്കമ്പൂതേ വരുന്ന്. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോവാ. ഞങ്ങൾക്കൊരു സാധനം വേണമായിരുന്നു. അത് ഇൻസ്റ്റാമാർട്ടിൽ നോക്കി, ആമസോണിൻ്റെ ഇതിൽ നോക്കി, ഫ്ലിപ്കാർട്ടിൽ നോക്കി. ഇതിലൊക്കെ നമുക്ക് 10 മിനിറ്റ്സ് ഡെലിവറി ഉണ്ട്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ. പക്ഷെ അതിലൊന്നുമില്ല. അപ്പോൾ കടയിൽ തൊട്ടടുത്തുള്ള കടയുണ്ട്, അവിടെ നിന്ന് കിട്ടുമോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. എന്നാലും പോയി നോക്കാമെന്ന് മാത്രം. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട് കിട്ടാനായിട്ട്. അപ്പം അത് രണ്ടും കിട്ടുമെന്നുള്ളത് നോക്കണം. അപ്പം എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. മഴ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ലൂക്കത് അവിടെ ഡ്രസ്സ് മാറിക്കൊണ്ട് അപ്പം ഞങ്ങളൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. മഴ വരുമ്പോഴത്തേനും പോയിട്ട് വരാം. കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല. പോയി നോക്കിയൊക്കെ കിട്ടുമെന്നുള്ളത് എന്താണെന്നുള്ളത് അപ്പം കാണിച്ചു തരാം കേട്ടോ, എന്താ സാധനം എന്നുള്ളത്. അപ്പം ഞങ്ങൾ മഴ വരുമ്പോഴത്തേനും വേഗം പോട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമുക്കപ്പോൾ വേഗം പോയിട്ട് വേഗം വരാം. ഞങ്ങൾ കുറച്ച് നേരമായി പോവാൻ ഭയങ്കര മടി. ഇന്ന് എനിക്ക് ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്, പക്ഷെ മടിയോട് മടി മഴ കാരണം. അപ്പോൾ പോയില്ല. അപ്പോൾ ഓർത്തു ഇതെന്തായാലും വേണ്ട ഒരു സാധനം. അപ്പോൾ പോയിട്ട് വരാം. പോവാം. മഴ പെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുണ്ടോ? മഴ പെയ്യുണ്ടോ? ഉണ്ടോ? അവന് കിട്ടാളത് കിട്ടും. കിട്ടി അമ്പാട് തായമ്മക്ക് പോവാം. നമുക്ക് കിട്ടാട്ട് പോവാം. കോടയുള്ളത് കൊണ്ട് ബാഗ് എടുക്കേണ്ടി വരുമോ? വേണ്ടല്ലേ, വേണ്ടല്ലോ. അവിടെ പോട്ടെ. പോണ വഴിക്ക് കാണാം. കോടയും മടിയൊക്കെ ഉള്ളതുകൊണ്ട് പോകണമെന്നൊന്നും എടുക്കാൻ പറ്റില്ല. സാധനം കിട്ടുമെന്നുള്ളത് കാണാം. ഇപ്പം സമയം എത്ര മണിയായി? ഇപ്പോൾ 5:45. പോവാ. തുറക്ക് വാതിൽ തുറക്ക് പറ്റും. യു ക്യാൻ. തുറക്ക്. പറ്റില്ല. അമ്മ തുറന്നേരാം. അമ്മ തുറക്ക. മാറിക്ക്. അമ്മ തുറക്കാനോ മുത്തേ? അമ്മ തുറന്നേരാം. നമ്മളങ്ങനെ തിരിച്ചെത്തി. ഞങ്ങൾ ഒരു കടയിൽ പോയി, അവിടെ ഇല്ല. വേറെ തൊട്ടപ്പുറത്തൊരു കടയിൽ ചോദിച്ചു എവിടെ കിട്ടാതെ. അങ്ങനെ ഞങ്ങൾ ഫൈനലി സാധനം വാങ്ങിച്ചു. പതിവ് പോലെ പോണ വഴിക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്തിനാ പോയെന്നറിയാം? ഈ ഒരു സാധനം കിട്ടാനാണ്. കുട എവിടെ വയ്ക്കി? ഒരാളവിടെ കുടയും കൊണ്ട് കണ്ണിലൊക്കെ കുത്തുമ്പോ തന്നെ അമ്മക്കിതാ. ഗുഡ് ബോയ് ആണ് കേട്ടോ. കുഴപ്പമില്ല. ഇനി എന്താ മേടിക്കാൻ പോയെന്നത് കാണിച്ചുതരാം. ഇവിടെ ഈ കവറ് ഞാൻ എൻ്റെ കയ്യിൽ കൊടുത്തു. ഇവത് താഴെ ഇട്ടു. അത് പറക്കാൻ ഞാൻ നടന്നു. ഈ കുഞ്ഞൊരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2-3 കട കയറി ഇറങ്ങിയത്. അമ്മ നോക്കട്ടെ, കാണിച്ചു തരാട്ടോ. സ്റ്റാപ്ലെയർ ചെയ്ത് വെച്ചിരിക്കുക. രണ്ടെണ്ണ. ഇത് മെഷർമെൻറ്റിൻ്റെ ടൈപ്പാണ്. ഇതെന്തിനാന്നുള്ളത് അറിയാലോ. അപ്പോൾ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇത് മേടിച്ചാൽ നമ്മൾ പോയേ ഇത്രയും ദൂരം. തിരിച്ചു വരുമ്പോൾ ലൂക്ക കുറേ നേരം നടന്നു കേട്ടോ. നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് ഇവിടം വരെ ലൂക്കമ്പ് നടന്ന് അല്ലേ? അതും കൊണ്ട് അവിടെ പോയി. ഇത് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നോക്കി, സ്റ്റോക്ക് ഔട്ടാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ഇതിൽ നോക്കി, 5 മിനിറ്റ്സ് ഡെലിവറിയിൽ നോക്കി, ഇല്ല. ആമസോണിൽ നോക്കി, ഇല്ല. തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കി, ഇല്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് പോയിട്ട് കിട്ടിയൊരു സാധനമാണ്. എന്താ സാധനം? അതെന്തിനുള്ളതാ? എന്തിനുള്ളത് അറിയോ കുട്ടിക്ക്? അറിയാമോ കുട്ടിക്ക്? അറിയോ അതെന്തിനാണെന്ന്? അറിയോ? ഇല്ല, കടിക്കില്ലേ? അപ്പം നമ്മൾ
പോയി വന്നു. അപ്പോൾ നമുക്ക് ഇത് മെഷർമെൻ്റ് എടുക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇപ്പം തന്നെ പോയി മേടിച്ച് കൊണ്ടുവന്നത്. കാരണം ഇന്ന് ചിലപ്പോൾ മെഷർമെൻറ്റ് കൊടുക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമായിരുന്നു, പോയി മേടിച്ചു. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാമാർട്ടിൽ നമുക്ക് ഞങ്ങൾ കരുത് കുഞ്ഞൊരു കടയിലാണ്. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും കിട്ടിയതും. അവിടെ ഈ സാധനത്തിന് എത്രയാണ്? 20 രൂപ എന്താ ഉണ്ടായിരുന്നുള്ളൂ. ഇൻസ്റ്റാമാർട്ടിലൊക്കെ 40 രൂപ കിടക്കണം. ചിലപ്പോൾ ഓരോ ഷോപ്പ് അനുസരിച്ചിട്ട് വ്യത്യാസം വരുമല്ലോ അല്ലേ? അതെ, പുള്ളിക്കത് കളിക്കാനുള്ളൊരു സാധനമായിട്ടുണ്ട്. അതേ പോണു. തട്ടിത്തടഞ്ഞ് വീഡിയോ എടുത്തിട്ടാ വീഡിയോ എഴുത് കേട്ടോ. അപ്പം ഞങ്ങൾ പോയിപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ ഞങ്ങൾ കണ്ടുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. പോന്നു, കുറച്ച് നേരം ലൂക്ക നടന്നു. പിന്നെ പ്രത്യേകിച്ച് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലാത്ത ഞങ്ങൾ പതുക്കെ നടന്നു വന്നു. അങ്ങനെ. അപ്പം അങ്ങനെയാണ്. നല്ല വൃത്തികെട്ട മഴയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിക്കുള്ള മഴയും കാര്യങ്ങളും. അത് ആ കൊട തന്നെ അമ്മ എടുത്ത് വയ്ക്കാം. എൻ്റെ അടുത്ത് വെച്ചല്ലേ കൂടെ എടുത്ത് നടക്കുന്നു. ഇത് അമ്മ എടുത്ത് വയ്ക്കാം. അമ്മ എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പം അടുത്ത തവണ മുമ്പ് എടുക്കാം കേട്ടോ. കൊയ്യ നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. കുടയുടെ സ്ഥാനത്ത് കെട്ടി കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും കേട്ടോ. അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത തവണ ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം അടുത്ത സമയത്ത് തപ്പി നടക്കണ്ട. അല്ലെങ്കിൽ അമ്പോ എല്ലായിടത്തും കൊണ്ടുവന്നിടും. കടിക്കല്ലേ അപ്പി തന്നെ അമ്മ എടുത്ത് വയ്ക്കാം. അതും എടുത്ത് വയ്ക്കാം കേട്ടോ. കൊണ്ടുവന്ന അമ്മയ്ക്ക് തന്നെ ഇത് താങ്ക് യു. അതെടുത്ത് പോയിട്ട് കുപ്പി എടുത്തോന്ന കുപ്പി എടുത്തോന്ന. കിട്ടിയില്ലോ. താങ്ക് യു സോ മച്ച്. എല്ലാം വേണോ? ഇത് അവൻ ടൈപ്പ് എടുത്ത് കളിക്കാനായിട്ട് പോയതാണ്. അപ്പം ഞാൻ അതിൻ്റെ മൈൻഡ് മാറ്റിയതാണ് കുപ്പി എടുക്കാൻ പറഞ്ഞിട്ട്. അല്ലാണ്ട് എനിക്ക് കുപ്പി ആവശ്യമുണ്ടായിട്ടല്ല. അപ്പം അതിൽ നിന്ന് വെള്ളം കുടിക്കണം. വെള്ളമാണോ? മുഖത്തെന്താ പറ്റിയ? ഇവനിപ്പോൾ എന്താണെന്നറിയോ, അവിടെ ഇവിടേക്ക് ഓരോ പൊട്ടലും ഇതുകളൊക്കെ. എൻ്റെ കളിപ്പാട്ടം കുറച്ച് ഉണ്ട്. ഇപ്പോൾ കളിക്കലൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ വക്കത്തും വരമ്പത്തൊക്കെ കയറി, പിന്നെ ഈ നമ്മുടെ മിററിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ കയറിയിടുന്ന് അങ്ങനെ കൈയും കാലൊക്കെ മുറിയിടുന്ന അറിവുന്നുണ്ട്. കുളിപ്പിക്കുമ്പോഴാണ് ഓരോ സ്ഥലത്ത് ഓരോ പാടുകളൊക്കെ കാണണേ. എവിടുന്ന് വരുത്തിക്കണമെന്നാവോ അറിയില്ലേ? കൊണ്ടുവച്ചു, കുപ്പി കൊണ്ടു വെച്ചോ അവിടെ. കൊണ്ടുവച്ചോട്ടാ. എനിക്ക് കാര്യം വേണ്ടില്ല. അവിടെ വെച്ചോ, അവിടെ വെച്ചോ കേട്ടോ. ഞാൻ ആ ടൈപ്പ് മേടിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ആ സാധനമൊക്കെ മേടിച്ച് വെച്ചാൽ പിന്നെ കരച്ചിലും ബഹളവും. ആ സാധനം നൈസായി മേടിച്ച് വെച്ച് അവന് വേറൊരു കാര്യത്തിലേക്ക് അവൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് വിട്ടപ്പോൾ വിഷയമില്ല അല്ലേ? അപ്പം അങ്ങനെയാണ്. അല്ലാണ്ട് വേറെ നമ്മൾ ഒച്ച ബഹളം ഉണ്ടാക്കിയിട്ട് ഓരോ സാധനം മേടിച്ചിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് വേറെ വീഡിയോയും അപ്പം നമുക്ക് വേറെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ. ടൈപ്പ് എടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ. ടാറ്റാ. അത് വയലറ്റ് എടുത്തിട്ടാ. ഇതിപ്പോൾ ഞാൻ മേടിച്ച് വയ്ക്കും. അപ്പം നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ടാറ്റാ. അത് കഴുത്തിൽ ഇട്ട് നടക്കാൻ പാടില്ല, അമ്മ എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പം നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.